ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, എല്ലാ യുവതി യുവാക്കളും കുഞ്ഞുമക്കളും പരിശുദ്ധാത്മാവുമായുള്ള വ്യക്തിബന്ധത്തിൽ ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്ലസ് ടു പഠനത്തിന് ശേഷം ഒരു വിദ്യാർത്ഥി ബാംഗ്ലൂര് നഴ്സിംഗ് പഠിക്കുവാൻ വേണ്ടി പോയി. ഇങ്ങനെ പഠനം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവര് ഹോസ്റ്റലിലായിരിക്കുമ്പോൾ ഇവർക്ക് യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോസ് കണ്ടു. ഓജോ ബോർഡ് കളിച്ചാൽ ഈ ഭാവി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നിങ്ങനെ പറഞ്ഞ് ഇവര് റൂമിൽ ഇരുന്ന് ഓജോ ബോർഡ് കളിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഓജോ ബോർഡ് കളിച്ച് എന്തൊക്കെയോ ശബ്ദമോ എന്തൊക്കെയോ കേട്ടു എന്ന് പറഞ്ഞ് ഇവർക്ക് ഭയമായി. അങ്ങനെ ഈ വിദ്യാർത്ഥിയുടെ മാനസിക നില അങ്ങോട്ട് തെറ്റി വല്ലാത്തൊരവസ്ഥയായി. അവിടുത്തെ പഠനമൊക്കെ നിർത്തി വീട്ടില് റൂമിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുവാൻ തുടങ്ങി. ആരോടും സംസാരിക്കത്തില്ല. വല്ലാത്തൊരു ഡിപ്രഷൻ അവസ്ഥയിലൂടെ ഇങ്ങനെ ഈ വിദ്യാർത്ഥി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയാനുള്ള ഒരു കാരണം, നമ്മൾ സ്കൂളിലൊക്കെ ആയിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരാളിങ്ങനെ പറയുകയുണ്ടായി, സ്കൂളിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൂടെയുള്ളവരൊക്കെ ഇരുന്ന് ഇങ്ങനെ ഓജോ ബോർഡ് കളിക്കുന്നതായിട്ട് ഇങ്ങനെ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്വമാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കെല്ലാം പറഞ്ഞു തരുന്ന, നമ്മുടെ കൂടെ നടക്കുന്ന നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാത്തടത്തോളം കാലം കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ കുറുക്കുവഴി തേടി അല്ലെങ്കിൽ ഈ തിന്മയുടെ അടിമത്തത്തിലേക്ക് കടന്നു പോകുന്ന അവസ്ഥകൾ നമ്മുടെ ഈ ചുറ്റുവട്ടങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുന്നവര് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപകളെക്കുറിച്ചും വരങ്ങളെക്കുറിച്ചും ദാനങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഈ പറഞ്ഞു കൊടുക്കാത്തിടത്തോളം കാലം ഇവര് നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓജോ ബോർഡ് കളിച്ചും പ്രണയത്തിന്റെയൊക്കെ പടുകുഴിയിലേക്ക് അല്ല നാശത്തിലേക്ക് വീണു പോയിക്കൊണ്ടിരിക്കുന്ന അനേകം യുവതലമുറകൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പൗലോസ് ശ്ലീഹ നമ്മളോട് പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്കിട വരുത്താതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കുടുംബങ്ങളിലായിരിക്കുമ്പോൾ കുഞ്ഞുമക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ ഈ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും, നമുക്ക് ദർശനങ്ങൾ കാണിച്ചു തരും. പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും. പൈശാചിക പീഡകളിൽ നിന്നും അല്ലെങ്കിൽ ഇതുപോലെ തിന്മയുള്ള വ്യക്തികളിൽ നിന്നും തിന്മ നിറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധാത്മാവ് നമ്മളെ വഴി മാറ്റി സഞ്ചരിപ്പിക്കാൻ പ്രേരണ നൽകുന്ന ആ പരിശുദ്ധാത്മാവിനെ കുഞ്ഞുമക്കൾക്ക് പകർന്നു കൊടുക്കുവാനും, ഇതുപോലെ ഓജോ ബോർഡിന്റെ അടിമത്തത്തിലൂടെ കടന്നുപോയിട്ട് ഡിപ്രഷനും ഒക്കെ ആയിട്ട് ഭവനങ്ങളിലായിരിക്കുന്ന കുഞ്ഞുമക്കളുടെ മേല് അല്ലെ യുവതി യുവാക്കന്മാരുടെ മേല് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റോമ 16:20 സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലേക്ക് തകർത്തു കളയും. ഈ തിരുവചനത്തിന്റെ അനന്തയോഗ്യതയാല് ഇതുപോലെ അടിമത്തത്തിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് പൂർണ്ണമായിട്ടും വിടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിന്റെ മാധ്യസ്ഥവും സാന്നിധ്യവും എപ്പോഴും നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.